2-3 മാസങ്ങൾക്ക് മുമ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു ട്രാൻസ്പാരന്റ് സ്റ്റിക്കി നോട്ട്. അത് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു സാധനം ട്രെൻഡിങ് കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുള്ളൂ. പിന്നെ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് എണ്ണയാണ്. ഒരു സ്പൂൺ എണ്ണ എടുക്കാൻ പോയതാണ്, പക്ഷെ എന്നെ അടുക്കളയിൽ നിന്ന് ഓടിച്ചു വിട്ടു. അപ്പൊ ഞാൻ പഴയ ഏതോ എണ്ണ വെച്ചിട്ടാണ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുന്നത്. A4 ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഒരു പഴയ പേജസിലോ അങ്ങനെ ഈ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു പേപ്പർ നിങ്ങൾ നല്ല ഡ്രൈ ആക്കി എടുക്കണം. ശരിക്കും ഈ ട്രാൻസ്പാരന്റ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാത്തത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒരേ സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ എഡ്ജസിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഞാൻ കണ്ടിരിക്കുന്നത് ചിലവരൊക്കെ സ്റ്റാപ്ലർ ചെയ്യുന്നത്, ഞാൻ പണ്ട് സ്റ്റാപ്ലർ ചെയ്യുന്നു ചെയ്ത് നോക്കിയത്. പിന്നെ ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ട് ഗ്ലൂ തേച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ആട്ടോ എപ്പോഴും ചെയ്യാറ്. ഇപ്പൊ ചിലവരുണ്ടാവും എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന്റെ യൂസ് എന്താണെന്ന്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ നമുക്ക് നോട്ട്ബുക്കിലോട്ട് ട്രേസ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാട്ടോ ഈസി ആയിട്ട്. ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ഞാൻ പോലും ഇത്ര അടിപൊളിയായിട്ട് വരച്ചു. അപ്പോൾ ഓക്കെ, ബൈ.